ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാന എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ നമ്മൾ ശ്രമിക്കുകയാണ്. കുർബാന വാക്കിൻ്റെ അർത്ഥം ഓഫറിങ്, സമർപ്പണം. ഈശോ പരമപിതാവിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. ഈശോയോടുകൂടി നമ്മൾ നമ്മളെ തന്നെ പരിശുദ്ധ കുർബാനയിൽ സമർപ്പിക്കുകയാണ്. കുർബാനയുടെ മറ്റൊരു പേരാണ് യൂക്കരിസ്റ്റ്. യൗക്കരിസ്തിയ എന്ന വാക്കിൽ നിന്നാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം കൃതജ്ഞതാ പ്രകാശനം, നന്ദി പ്രകാശനം എന്നൊക്കെയാണ്. ഈശോയുടെ ജീവിതം മുഴുവനും പരമപിതാവിൻ്റെ മുൻപിൽ ഒരു കൃതജ്ഞതാ പ്രകാശനമായിരുന്നു. പരിശുദ്ധ കുർബാനയിൽ പരമപിതാവായ ദൈവം മിശിഹായിൽ നൽകിയ വലിയ കൃപയിൽ നമ്മളും ഈശോയോട് ചേർന്ന് നമ്മുടെ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ പറയും റാസ എന്ന വാക്ക്. റാസയുടെ അർത്ഥം രഹസ്യം എന്നാണ്. ക്രിസ്തു രഹസ്യങ്ങൾ നമുക്കറിയാം. ഈശോ മിശിഹായുടെ മനുഷ്യാവതാരം, രഹസ്യജീവിതം, പരസ്യജീവിതം, പീഡാനുഭവം, മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, രണ്ടാമത്തെ ആഗമനം, ഇതെല്ലാം ക്രിസ്തു രഹസ്യങ്ങളാണ്. രഹസ്യം അഥവാ മിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മുടെ ബുദ്ധി കൊണ്ട് പൂർണ്ണമായിട്ട് ഗ്രഹിക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമല്ലത്. അവിടെ വിശ്വാസത്തിൻ്റെ ഒരു ഘടകം കൂടിയുണ്ട്. അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും, പരിശുദ്ധ കുർബാന ക്രിസ്തു രഹസ്യങ്ങളുടെ അനുസ്മരണമാണ്, ആഘോഷമാണ്, അനുഷ്ഠാനമാണ്. ഈ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ഏറ്റവും മനോഹരമായ ഒരു നിർവചനം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് 12-ാം പിയൂസ് പാപ്പായുടെ മെഡിയാത്തോർ ദേയി, മീഡിയേറ്റർ ഓഫ് ഗോഡ് എന്ന ചാക്രിക ലേഖനത്തിലാണ്. അതിങ്ങനെയാണ്: മിശിഹായുടെ മൗതിക ശരീരമായ സഭ ശിരസ്സായ മിശിഹായോടൊപ്പം പരമപിതാവിന് സമർപ്പിക്കുന്ന ആരാധനയാണ് പരിശുദ്ധ കുർബാന. ഈ ഒരു ചിന്ത വത്തിക്കാൻ കൗൺസിലിൻ്റെ ആരാധനക്രമത്തെക്കുറിച്ചുള്ള ഡിക്രിയിൽ 7-ാമത്തെ ഖണ്ഡികയിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ആരാധനക്രമത്തിൽ പരിപൂർണമായിട്ടുള്ള ആരാധന നിർവഹിക്കുന്നത് മൗതിക ശരീരമാണ് മിശിഹായുടെ. അതായത് ശിരസ്സായ ഈശോയും അവയവങ്ങളും കൂടി ചേർന്ന്, ചുരുക്കത്തിൽ ഈശോയോട് ചേർന്ന് പരമപിതാവിന് നമ്മൾ അർപ്പിക്കുന്ന ബലിയാണ് പരിശുദ്ധ കുർബാന. മറ്റൊരർത്ഥത്തിൽ പരിശുദ്ധ കുർബാന നമ്മുടെ ക്രൈസ്തവ അസ്തിത്വത്തിൻ്റെ പ്രഘോഷണമാണ്, ആഘോഷമാണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം. വളരെ പ്രശസ്തമായ ഒരു ചൊല്ലുണ്ട്: ലെക്സ് ഒരാന്തി, ലെക്സ് ക്രദേന്തി, ലെക്സ് വിവേന്തി. അതിൻ്റെ അർത്ഥം, പ്രാർത്ഥനയുടെ നിയമം വിശ്വാസത്തിൻ്റെ നിയമമാണ്. പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും നിയമം ജീവിതത്തിൻ്റെ നിയമമാണ്. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ക്രൈസ്തവ അസ്തിത്വത്തിൻ്റെ ആഘോഷമാണ് പരിശുദ്ധ കുർബാന. ഇത് വളരെ ജീവിത ബന്ധിയാണ്. ഈ ഒരു ഓർമ്മ നമുക്ക് നൽകുന്ന ഒരു ചൊല്ലാണ് ഇത്. വീണ്ടും നമുക്ക് പറയാം, ഒരർത്ഥത്തിൽ സുവിശേഷം പ്രാർത്ഥിച്ചതാണ് പരിശുദ്ധ കുർബാന. സുവിശേഷത്തിൻ്റെ കാതൽ ഈശോയുടെ പെസഹ രഹസ്യങ്ങളാണ്. കരിഗ്മ സഭയിൽ ആദ്യം പ്രഘോഷിക്കപ്പെട്ടു. വിശ്വാസത്തിൻ്റെ സത്ത, ഈശോയുടെ പീഡാനുഭവം, മരണം, ഉത്ഥാനം, ഇതാണ് പ്രഘോഷിക്കപ്പെട്ടത്. ഈ പ്രഘോഷിക്കപ്പെട്ട സുവിശേഷം പ്രാർത്ഥിച്ചതാണ് പരിശുദ്ധ കുർബാനയെന്ന് വളരെ ലളിതമായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ,
ഒരു വിശ്വാസിയുടെ ജീവിതം കുർബാനയിൽ കുറ്റിയടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ കേന്ദ്രീകരിച്ചാണ് ഒരു വിശ്വാസി ജീവിക്കുന്നത്. ഈ വലിയ സത്യം മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം മുഴുവനും കുർബാനയിൽ അധിഷ്ഠിതമാണ്, കുർബാനയോട് ബന്ധപ്പെട്ടിരിക്കുന്നു. വാസ്തവത്തിൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ അത് ജീവിതത്തിൻ്റെ, ക്രൈസ്തവ അസ്തിത്വത്തിൻ്റെ ആഘോഷമായിട്ട് മാറുന്നു. പരിശുദ്ധ കുർബാനയെ ഈ വിധത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, അവസാനിപ്പിക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.